ാനമുള്ളൊരവസ്ഥയിലേക്ക് മാറ്റിയപ്പോ നാട്ടുകാര് വന്ന് അവനെ ഓടിക്കുകയാണ്. അപമാനിക്കപ്പെട്ട് തല താഴ്ത്തി ഒരു നാട്ടിൽ നിന്ന് അവനെ പുറത്താക്കുകയാണ്. ഈശോയ്ക്ക് എന്താ ബഹുമാനിക്കപ്പെടാൻ അവകാശമില്ലേ? ഈശോ തന്റെ ബഹുമാനിക്കപ്പെടാനുള്ള അവകാശം ഉപേക്ഷിച്ചിട്ട് ആ പിശാച് ബാധിതൻ, വസ്ത്രമുടുക്കുന്നവനും നാട്ടിൽ സ്വീകാര്യനുമായ ഒരാളാക്കി ഈശോ മാറ്റിയെന്നേ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. ഇനി അടുത്ത സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 43 മുതലുള്ള തിരുവചനങ്ങൾ. 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്നവൾ ഈശോയെ തൊട്ടു. രക്തസ്രാവമുള്ള ഒരാള് നിന്നെ തൊട്ടാലും, നീ രക്തസ്രാവമുള്ള ഒരാളെ തൊട്ടാലും യഹൂദ നിയമം അനുസരിച്ച് നീ അശുദ്ധനാണ്. പിന്നെ നീ ശുദ്ധീകരണ കർമ്മം നടത്തിയതിന് ശേഷമാണ് നീ ശുദ്ധനാകുന്നത്. രക്തസ്രാവമുള്ള ഒരാളെ നിനക്ക് തൊടാൻ പാടില്ല, നിന്നെ തൊടാൻ പാടില്ല. പക്ഷെ ഈശോ രക്തസ്രാവക്കാരി സ്ത്രീയെ തന്നെ തൊടാൻ വേണ്ടി അനുവദിക്കുകയാണ്. എന്നിട്ട് അവളുടെ രക്തസ്രാവത്തിന്റെ അപമാനം അവൻ ഏറ്റെടുത്തു മാറ്റി. പിന്നീട് നമ്മൾ അവനെ കാണുന്നത് ചോരവാർന്നൊലിക്കുന്നവനായിട്ട് കാൽവരിയിലാണ്. പീലാത്തോസിന്റെ മുൻപിൽ, പ്രത്തോറിയത്തിൽ ഒക്കെ അവൻ ചോരവാർന്നൊലിച്ചു നിൽക്കുകയാണ്. കാരണം അവൾക്ക് പകരം, ആ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നവൾക്ക് പകരം ഇതാ അവൻ ശരീരം അടിമുടി ബ്ലീഡിംഗ് ഉള്ളവനായി മാറി. ബക്കിത്തയുടെ ശരീരത്തിലേക്ക് ഒരു ദിവസം അവളുടെ വീട്ടുകാര്, നേരത്തെ പറഞ്ഞ ഈ ടർക്കിഷ് ജനറലിന്റെ വീട്ടില് അവര് ഒരു പൂജ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. പൂജ നടത്താൻ വേണ്ടി ആരെങ്കിലും ശരീരത്തെ മുറിവേൽപ്പിക്കണം. അങ്ങനെ ശരീരത്തെ മുറിവേൽപ്പിക്കപ്പെടാൻ വേണ്ടി മുറിവേൽപ്പിച്ചിട്ട് നടത്തുന്ന ഒരു പൂജയാണ്. ഈ പൂജാകർമ്മത്തിന് ഈ 13 വയസ്സുള്ള ബക്കീതയെ കൊണ്ടുവന്നിരുത്തി. എന്നിട്ട് ഒരു റേസർ കൊണ്ട്, ഒരു ബ്ലേഡ്, ഒരു കത്തി കൊണ്ട് അവളുടെ ശരീരത്തിൽ 114 മുറിവുകൾ ഉണ്ടാക്കി. അവളുടെ ബ്രസ്റ്റിലും അടിവയറിലും വലത് കൈയിലുമായി 114 മുറിവുകൾ. ഈ മുറിവ് ഉണങ്ങാതിരിക്കുന്നതിന് വേണ്ടി മുറിവേൽപ്പിച്ചതിന് ശേഷം, ഓരോ മുറിവേൽപ്പിച്ചതിന് ശേഷം ആ മുറിവുകളിലേക്ക് ഉപ്പ് വാരി തേക്കുകയാണ്, മുറിവ് ഉണങ്ങാതിരിക്കാൻ വേണ്ടി.